ഹലോ ഗായ്സ്, നിങ്ങൾ ആരും ഇത് കഴിച്ചിട്ടുണ്ടാവാൻ യാതൊരു ചാൻസും ഇല്ല. എന്താണെന്നല്ലേ ഇത്? താമരയുടെ കുരു കൊണ്ടിട്ടുള്ള ഒരു പായസമാണേ. ആദ്യം തന്നെ നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിക്കണം. ഇതിലേക്ക് നമ്മൾ കാഷ്യൂ നട്ട്സും കിസ്മിസും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. ആദ്യം കാഷ്യൂ നട്ട്, പിന്നെ കിസ്മിസ്, അങ്ങനെയാണ് ഇത് ചേർക്കുന്നത്. അത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് നമ്മളതെടുത്ത് മാറ്റി വെച്ചിട്ട് ആ സെയിം പാത്രത്തിലേക്ക് നമ്മൾ ഈ ലോട്ടസ് സീഡ്സ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഒരു 3-4 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കും. അത് ഇതേപോലെ പൊടിയുന്ന പരുവത്തിൽ കിട്ടും. ഈ സമയത്തുണ്ടല്ലോ, നമ്മൾ ഒരു ബൗളിൽ ഒരിത്തിരി പാലെടുത്തിട്ട് കുറച്ച് സാഫ്രൺ അതിൻ്റെ അകത്തോട്ട് നേരത്തെ തന്നെ ഇട്ട് വെക്കുവാണെങ്കിൽ കറക്റ്റ് കളറായിട്ട് നമുക്ക് കിട്ടും. അതോടൊപ്പം തന്നെ ഉണ്ടല്ലോ, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ലോട്ടസ് സീഡ്സിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മളൊന്ന് പൊടിച്ചും വെക്കണം. എന്നിട്ട് നമ്മൾ പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പാലൊഴിച്ച് അത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സീഡ്സ് ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒരു 10 മിനിറ്റോളം ഇത് വേവിക്കണം ലോ ഫ്ലെയിമിൽ. അത്യാവശ്യം വേവുണ്ട് അതിന്. അത് നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് ആ പൊടിച്ച് വെച്ചിരിക്കുന്നതും ആ സാഫ്രണും കൂടി ഇതിനകത്തോട്ട് ചേർക്കണം. എന്നിട്ട് നമ്മളൊരു 5 മിനിറ്റും കൂടി അതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര, പിന്നെ നമ്മൾ ഒരു ഏലക്ക എടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ് പൊടിയാനുള്ള എളുപ്പത്തിന് എടുത്ത് വെച്ചിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂം കിസ്മിസും ഇല്ലേ, അതും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് മാത്രം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഞാനിതൊരു വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഇത് ട്രൈ ചെയ്തത്. ട്രൈ ചെയ്യാൻ നേരത്തെ എനിക്ക് തോന്നിയത് ഇത് വർക്കൗട്ട് ആകുമോ ഇല്ലയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഉണ്ടായിക്കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഇത്തിരി കാഷ്യൂം കിസ്മിസും ഉണ്ടായിരുന്നല്ലോ, അതും അതിൻ്റെ മേലെ ഒന്ന് തൂവി രണ്ട് നുള്ള് സാഫ്രണും ചേർത്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ പായസം റെഡി. അമലുമാണ് കേട്ടോ ഇന്ന് ടേസ്റ്റ് ചെയ്യുന്നത്. അവളുടെ മുഖം കണ്ടാൽ തന്നെ അറിയത്തില്ലേ എത്ര ടേസ്റ്റ് ഉണ്ടായിരിക്കും ആ സാധനത്തിന്. ഒരുപാട് അവൾക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നത് അവൾ തന്നെയാണ് തോന്നുന്നു അതിൻ്റെ പകുതിയും കുടിച്ചത്. ബാക്കിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.